നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ കാണാൻ പോണത് ഫോട്ടോ പ്രിന്റ് കേക്കിന് വേണ്ട ഫോട്ടോ പ്രിന്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്. നമ്മൾ ഇപ്പോൾ ഒരു ഫോട്ടോ പ്രിന്റ് ചെയ്തിട്ടുള്ളത് ചോക്കോ ചിപ്പ് കേക്കിന്റെ മുകളിലാണ്. ചോക്കോ ചിപ്പ് കേക്കിന്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൂസ് ഡൈൻ ചോക്കോ ചിപ്പ് കേക്ക് എന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ആ ഒരു കേക്കിന്റെ മുകളിലാണ് നമ്മൾ ഫോട്ടോ പ്രിന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫോട്ടോ പ്രിന്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, നമുക്ക് ഒരുപാട് ആവശ്യങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത്. വേഫറിൽ ചെയ്യണം, ഷുഗർ ഷീറ്റിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നത് എല്ലാം കാണിക്കുന്നുണ്ട്. കുറച്ചൊരു വിശദമായിട്ട് പറയേണ്ടതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കിയത്. അപ്പോൾ ഒരു ബിഗിനർക്ക് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും മാക്സിമം ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഫോട്ടോ പ്രിന്റ് എടുക്കുന്നതിനെ കുറിച്ചും ചെയ്യുന്നതിനെ കുറിച്ചുള്ള മിക്കവാറും എല്ലാ സംശയങ്ങളും മാറും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ സാധാരണ ഫോട്ടോ പ്രിന്റ് എടുക്കുന്നത് സാധാരണ കേക്കിന്റെ ഒക്കെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പ് ഉണ്ടല്ലോ, അവിടെ തന്നെയാണ് ഫോട്ടോ പ്രിന്റ് എടുക്കാറ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. നമ്മളിപ്പോൾ ഇതാ സ്റ്റെയിൻസിൽ വന്നിട്ടുണ്ട്. നമ്മളിപ്പം ഫോട്ടോ പ്രിന്റ് എടുക്കാനായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള നല്ല ക്ലാരിറ്റിയുള്ള നല്ല ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ വേണം കൊണ്ടുവരാനായിട്ട്. ഫോട്ടോ അങ്ങനെ തന്നെ കൊണ്ടുവരല്ല വേണ്ടത്. ഫോട്ടോയുടെ സോഫ്റ്റ് കോപ്പി അത് നമ്മൾ ഒന്നുകിൽ മെയിലായിട്ട് അയച്ചു കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ അയച്ചു കൊടുക്കുകയും ചെയ്യാം. വാട്സപ്പിൽ അയക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാട്സപ്പിൽ ഡോക്യുമെൻ്റ് ആയിട്ട് വേണം കേട്ടോ അറ്റാച്ച് ചെയ്തിട്ട് അയച്ചു കൊടുക്കാനായിട്ട്. കാരണം അല്ലാതെ വാട്സപ്പിൽ അയക്കുമ്പോൾ വാട്സപ്പ് അങ്ങ് ഈ ഒരു ഫോട്ടോ നമ്മൾ അയക്കുന്ന ഫോട്ടോയുടെ സൈസ് അങ്ങ് ചെറുതാക്കും. അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി കുറയും. അപ്പോൾ അതുകൊണ്ട് ഡോക്യുമെൻ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടും. അതെങ്ങനെയാണെന്ന് അറിയായിരിക്കും, എന്നാലും ഞാനൊന്ന് പറയാം. വാട്സപ്പ് നമ്മൾ ആർക്കാണോ അയക്കേണ്ടത് അവരുടെ ആ ഒരു നമ്പർ എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് താഴെ തന്നെ ഒരു പിന്നിൻ്റെ സിമ്പിൾ കാണാം. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അറ്റാച്ച് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ട് കാണും. അപ്പോൾ അത് ഡോക്യുമെൻ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫോണിൽ എവിടെയാണോ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വാട്സപ്പിൽ അങ്ങനെ സെൻഡ് ചെയ്താലും ഇത് സൈസ് ഒന്നും കുറയ്ക്കില്ല, നല്ല ക്ലാരിറ്റി നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഇരുന്നോളും. അല്ലാന്നുണ്ടെങ്കിൽ മെയിലായിട്ട് ജസ്റ്റ് ഒന്ന് അവർക്കൊന്ന് അയച്ചു കൊടുത്താലും മതി. ഇനി നമുക്ക് പ്രിന്റ് എടുക്കുന്ന ഷീറ്റ് നോക്കാം. ഷുഗർ പേസ്റ്റിൻ്റെ ഷീറ്റും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേഫറിൻ്റെ ഷീറ്റിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടിലും ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഷുഗർ പേസ്റ്റിൻ്റെ ഷീറ്റാണ് ആദ്യം എടുക്കുന്നത്. ഇതാണ് നമ്മുടെ ഷുഗർ പേസ്റ്റിൻ്റെ ഷീറ്റ്. ഇതിൻ്റെ മുകളിലാണ് ഇവർ പ്രിന്റ് ചെയ്ത് തരുന്നത്. ഇതിൻ്റെ ഒരു സൈഡിൽ ഷുഗർ പേസ്റ്റാണ്. നമ്മൾ സാധാരണ ഫോണ്ടന്റ് ഇല്ലേ, അതൊരു തിൻ ഷീറ്റാക്കിയതുപോലുള്ള ഒരു പരുവത്തിലുള്ള ഒരു സംഭവമാണ്. അതിൻ്റെ അപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റുമാണ്. അത് നമുക്കിങ്ങനെ വലിച്ചിങ്ങ് എടുക്കാവുന്നേ ഉള്ളൂ. അത് നമുക്ക് എടുക്കുമ്പോൾ കാണാം. ഇപ്പോൾ ഈ ഫോട്ടോ കേട്ടോ അവർ ചെയ്ത് തന്നത്. ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ റൗണ്ടിലൊക്കെ കട്ട് ചെയ്ത് തരും. എന്നിട്ട് അവരത് പ്രിൻ്ററിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ പ്രിന്റ് കൊടുക്കുമ്പോഴത്തേക്കും അതിൽ കൂടെ അങ്ങ് നമ്മൾ സാധാരണ പ്രിന്റ് എടുക്കുന്ന പോലെ തന്നെ പ്രിന്റ് എടുക്കാൻ പറ്റും. അപ്പോൾ വളരെ പതുക്കെയാണ് വരുന്നത്. ഇതാ വരുന്നുണ്ട് സജിത്തേട്ടൻ്റെ തലയാണ് ആദ്യം വന്നത്. പിന്നീട് ഞാനും വന്നു, എല്ലാവരും ഒരുമിച്ച് വന്നു. ഇത് ഞങ്ങളുടെ പഴയ ഒരു ഫോട്ടോയാണ് കേട്ടോ. അപ്പോൾ ഇത് അവർ സിപ്പ് ലോക്ക് കവറിലിട്ടിട്ട് തരും. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരുപാട് ദിവസമൊന്നും മുമ്പ് എടുത്ത് വെക്കാതിരിക്കുകയാണ് നല്ലത്. വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഒന്നും സംഭവിക്കുകയൊന്നുമില്ല. പക്ഷെ നമ്മളിത് കേക്കിൻ്റെ മുകളിൽ വെക്കാനായിട്ട് നമ്മളത് പറിച്ചെടുക്കുന്ന സമയത്ത് അത് നമ്മുടെ ഫോട്ടോ ആ ഷീറ്റിൻ്റെ മേലെ, പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മേലെ വിട്ട് വരാൻ ചിലപ്പം സാധ്യതയില്ല. ചില ഭാഗങ്ങൾ വിട്ടുവരും, ചില ഭാഗങ്ങൾ ഒട്ടിപ്പിടിച്ചിരിക്കാനൊക്കെ സാധ്യതയുണ്ട്. എനിക്ക് ഒരു പ്രാവശ്യം അബദ്ധം പറ്റിയതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഒരു 3-4 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ കേക്ക് ചെയ്യുന്നതിൻ്റെ തലേദിവസമോ അല്ലെങ്കിൽ അന്ന് തന്നെയോ പ്രിന്റ് എടുക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ കേക്ക് ഓൾറെഡി ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, എന്നിട്ടാണ് വന്നിട്ട് പ്രിന്റ് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഷുഗർ പേസ്റ്റിലുള്ള പ്രിന്റ്. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വേഫർ ഷീറ്റിൻ്റെ പ്രിന്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് കേട്ടോ വേഫർ ഷീറ്റ്. വേഫർ ഷീറ്റ് എന്ന് പറയുന്നത് സാധാരണ ഒരു നമ്മുടെ വേഫറൊക്കെ ഇല്ലേ കഴിക്കുന്നത്, അതിൻ്റെ ആ ഒരു ഇതാണ്. പക്ഷേ ഇതിന് രണ്ടിനും ടേസ്റ്റ് പ്രത്യേകിച്ച് നല്ല ടേസ്റ്റ് ഒന്നും അല്ല. പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഒന്നും പറയാനില്ല, പഞ്ചസാരയുടെ ആ ഒരു ടേസ്റ്റ് മാത്രമേ ഉള്ളൂ. ഈ വേഫറിൻ്റെ ഷീറ്റ് ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ കേക്കിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചാൽ മാത്രം മതി. അതിൻ്റെ മേലെ നിന്ന് പറിച്ചെടുക്കാനോ ഒന്നുമില്ല. അപ്പോൾ നമുക്കിതിന് പ്രിന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഇതും അതേപോലെ തന്നെ പ്രിന്ററിലേക്ക് വെച്ച് കൊടുത്തു. വളരെ പതുക്കെയാണ് കേട്ടോ വരുന്നത്, കുറച്ച് സ്പീഡാക്കിയതുകൊണ്ടാണ് വന്നിട്ടുണ്ട്. വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മളിപ്പോൾ സാധാരണ പറയും വേഫറിൽ ഒട്ടും ക്ലിയർ ഉണ്ടാവില്ല എന്ന്, അത്രമാത്രം ക്ലിയർ കുറവൊന്നുമില്ല. എന്നാൽ ചെറിയൊരു ഡിഫറൻസ് അത്രയേ ഉള്ളൂ. അത് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഡിഫറൻസ് എന്താണെന്ന്. ഇതുണ്ട്, ഇതൊന്ന് ഷുഗർ പേസ്റ്റിലുള്ളത്, ഇത് വേഫറിൻ്റെ ഷീറ്റിലുള്ളത്. നമുക്കിത് നേരിട്ട് കാണുമ്പം വലിയ വ്യത്യാസമൊന്നുമില്ല. ചെറിയൊരു ഡിഫറൻസ്, ചെറിയൊരു കളറിന് ചെറിയൊരു ഡിഫറൻസ്, ആ ഒരു ക്ലാരിറ്റിക്കും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, അത്രയേ ഉള്ളൂ.
ഇപ്പം ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ തുറന്ന് കാണിക്കാൻ രണ്ടും. തുടക്കക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ വേഫറിൻ്റെ ഷീറ്റ് കൊണ്ട് ചെയ്യുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഇതങ്ങ് ജസ്റ്റ് വെച്ച് കൊടുത്തിരുന്നാൽ മതിയല്ലോ. ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് മറ്റ് ഷുഗർ പേസ്റ്റിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്ത് അങ്ങ് എടുക്കാൻ പറ്റും. ഈ സമയത്ത് വേഫറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ആ വേഫറിൻ്റെ ഷീറ്റ് കട്ടാവാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അത്രയേ ഉള്ളൂ. അപ്പം കാഴ്ചയിൽ വലിയൊരു വ്യത്യാസമൊന്നുമില്ല, എന്നാൽ വലിയ പ്രശ്നവുമില്ല. അതപ്പം രണ്ടും പുറത്തെടുക്കുകയാണ്. വേഫറിൻ്റെ ഷീറ്റ് പുറത്തെടുത്തു, ഷുഗർ പേസ്റ്റിൻ്റെയും പുറത്തെടുക്കുകയാണ്. ഒരുപാട് ഉണങ്ങാതെ ഒക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഈ ഒരു കവറിലിട്ടതെങ്കിൽ കവറിൻ്റെ മുകളിലൊക്കെ കളർ കുറച്ചൊന്ന് പറ്റി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതിപ്പം രണ്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ ഏതാണ് വേണ്ടത്. ഇപ്പോൾ കാണുമ്പോൾ വലിയൊരു ക്ലാരിറ്റി കുറവൊന്നുമില്ല. രണ്ടും കൂടെ അടുത്ത് വെക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ ഇതിന് കുറച്ചും കൂടെ നല്ലതാണല്ലോ എന്ന് തോന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അറിയാത്തവർ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ഈ വേഫറിൻ്റെ ഷീറ്റ് കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഷുഗർ ഷീറ്റിൽ പ്രിൻ്റ് എടുക്കാനാണെങ്കിൽ 200 രൂപയും വേഫർ ഷീറ്റിൽ പ്രിൻ്റ് എടുക്കുന്നതിന് 150 രൂപയാണ്. പിന്നെ ഇത് രണ്ടും എഡിബിളാണ്. എഡിബിൾ കളർ കൊണ്ടാണ് ഇത് പ്രിൻ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് കഴിക്കാൻ സാധിക്കും. ഈ വേഫർ ഷീറ്റും കഴിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഈ വേഫറിൻ്റെ ഷീറ്റ് അങ്ങ് മാറ്റിയേക്കാം. ഇനി നമ്മൾ കേക്കിൻ്റെ മുകളിലേക്ക് വെക്കുമ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്ത് ആ റൗണ്ട് ഷേപ്പിൽ തന്നെ അങ്ങ് കട്ട് ചെയ്തങ്ങ് എടുക്കാം. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്കൊരു ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് കാണാം. നല്ല മൂർച്ചയുള്ള ഒരു ബ്ലേഡ് കൊണ്ടോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ഇതുപോലത്തെ നൈഫ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് പതുക്കെ ഒന്ന് ആ റൗണ്ടിലങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ആ വെള്ള പോർഷൻ വരാതെ ആ പ്രിന്റ് വരുന്ന ഭാഗം മാത്രമായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അത് കട്ട് ചെയ്തിട്ടുണ്ട്, റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്ക്വയർ ആണെങ്കിലും ഇതേപോലെ തന്നെ ചെയ്തിരുന്നാൽ മതി. എന്നിട്ട് ഈ ഷുഗർ പേസ്റ്റ് അങ്ങ് പ്ലാസ്റ്റിക്കിൻ്റെ മുകളിൽ നിന്ന് അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു 4 ഭാഗവും അങ്ങ് കട്ട് ചെയ്യാണ്. ജസ്റ്റ് ഒന്ന് വരച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. എളുപ്പത്തിൽ എടുക്കാം കേട്ടോ, കുറച്ചൊന്ന് ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. ആ ഒരു ഇടയ്ക്ക് ഇളകി വരാത്ത തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ഒന്നുകൂടെ ഒന്ന് കത്തി കൊണ്ടൊന്ന് അമർത്തി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇളക്കി ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ അല്ലാതെ ആദ്യം തന്നെ ആ ഒരു റൗണ്ട് ഷേപ്പിൽ അങ്ങ് കത്രിക വെച്ച് കട്ട് ചെയ്തിട്ട് ഇളക്കിയെടുത്താലും മതി. പക്ഷെ കുറച്ചുകൂടെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു മെത്തേഡാണ്. പതുക്കെയാണ് ഇളക്കിയെടുക്കുന്നത്, സ്പീഡിൽ കാണിക്കണമെന്നേ ഉള്ളൂ. അപ്പം ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഫോട്ടോ മാത്രം ഇതിൽ റൗണ്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക് ഇളക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമുക്ക് പൊളിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഒരു 2 മിനിറ്റ് ഫ്രീസറിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഷുഗർ പേസ്റ്റ് അങ്ങ് തിക്കാവുമ്പോഴത്തേക്കും നമുക്ക് ആ പ്ലാസ്റ്റിക്കിൽ നിന്ന് ഇളകി ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത് കാണാം. ഞാൻ ഒന്ന് ഫ്രീസറിൽ വെക്കട്ടെ. ഇപ്പം ഫ്രീസറിൽ വെച്ച് കൊണ്ടുവന്നതാണ്. ഇത് കണ്ടോ, ഇപ്പം ആ ഷുഗർ പേസ്റ്റ് അങ്ങ് തിക്കായി. 2 മിനിറ്റ് ഫ്രീസറിൽ വെച്ചുള്ളൂ, അപ്പോഴത്തേക്കും തന്നെ ഷുഗർ പേസ്റ്റ് അങ്ങ് തിക്കാവുമ്പോഴത്തേക്കും ആ പ്ലാസ്റ്റിക്കിന് തന്നെ അങ്ങ് പൊങ്ങി പോന്നോളും. അപ്പോൾ നമുക്ക് പതുക്കെയും ഷുഗർ പ്ലാസ്റ്റിക് അങ്ങ് താത്തി കൊടുത്താൽ മതി. ഷുഗർ പേസ്റ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കീറിപ്പോകുന്ന സംഭവമാണ് കേട്ടോ. സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇത് പിടിക്കുമ്പോൾ തന്നെ അത് കീറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞത്. ഇതപ്പോൾ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫോട്ടോ പ്രിന്റ് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നടുഭാഗത്തായിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. നടുവിൽ വെച്ചിട്ട് പതുക്കെ 2 സൈഡിൽ നിന്ന് അങ്ങ് റിലീസ് ചെയ്താൽ മതി കൈ. അപ്പോൾ അതവിടെ അങ്ങ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവിടെ അങ്ങ് ഇരുന്നോളും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എപ്പോഴും ഫോട്ടോ പ്രിന്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ കേക്ക് ടിന്ന് എത്ര ഇഞ്ചിന്റെ കേക്ക് ടിന്നാണോ അതിൽ നിന്നും 1 ഇഞ്ച് കുറച്ചിട്ട് എടുത്തിരുന്നാൽ മതി. 7 ഇഞ്ചിന്റെ കേക്ക് ടിന്നുകൊണ്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ ഫോട്ടോ പ്രിന്റ് ഞാൻ എടുത്തിരിക്കുന്നത് 6 ഇഞ്ചിന്റെ ഡയമീറ്ററിലാണ്. ഇനി നമുക്കിതിൻ്റെ പുറത്തുള്ള ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാം. വേണമെങ്കിൽ ഡെക്കറേഷൻസ് ചെയ്തിട്ട് അവസാനം ഫോട്ടോ പ്രിന്റ് വെച്ചാലും മതി. ഈ ഒരു ചോക്കോ ചിപ്പ് കേക്കിൻ്റെ മുകളിലാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചോക്കോ ചിപ്പ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒരു വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോയുടെ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഞാനിപ്പോൾ ഇത് പ്രിന്റ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ കേക്കിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുന്നത്. ഇന്നലെയായിരുന്നു ഞങ്ങൾ പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്നത്. ഇപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാത്രി ഒരു ദിവസം മുഴുവൻ ഇരുന്നു എന്നിട്ടാണ് വെക്കുന്നത്. അത്രയും സമയം വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മളിത് പ്രിന്റ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് നമ്മളിത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, റൂം ടെമ്പറേച്ചറിൽ തന്നെ അങ്ങ് വെച്ചിരുന്നാൽ മതി. പിന്നെ അത് ചുളുങ്ങാതെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ചുരുട്ടി കൂട്ടാതെയൊക്കെ ഇരുന്നാൽ ഈ ഒരു കവറിൽ തന്നെ അങ്ങ് വെച്ചിരുന്നാൽ മതി. ഒന്നും വെയിറ്റ് ഒന്നും ആയിട്ട് മുകളിലൊന്നും എടുത്ത് വെക്കണ്ട. അപ്പോൾ നമ്മുടെ പ്രിന്റൊക്കെ ഒന്ന് ഇളകാനൊക്കെ ഒരു സാധ്യതയുണ്ട്. ഇത് ഷുഗർ പേസ്റ്റ് ആയതുകൊണ്ട് കുറച്ച് മധുരമുണ്ട്, ചിലപ്പോൾ ഉറുമ്പൊന്നും അരിക്കാത്ത ഒരു സ്ഥലത്ത് സുരക്ഷിതമായിട്ട് വെച്ചാൽ മതി. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ ഫോട്ടോ പ്രിന്റ് വെച്ചതിന് ശേഷം ഒരുപാട് സമയം പുറത്ത് വെച്ചേക്കരുത്. പെട്ടെന്ന് തന്നെ ഡിസൈനൊക്കെ ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് അങ്ങ് വെച്ചേക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പതുക്കെ മെൽട്ടായിട്ടൊക്കെ തുടങ്ങും, ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും, അത് ബബിൾസ് വരാതെ തുടങ്ങും. അതിൻ്റെ ഇടയ്ക്ക് മോയ്സ്ചർ വന്നിട്ട് ഫോട്ടോ പ്രിന്റ് അങ്ങ് ചുളിവ് വരാനൊക്കെ ഒരു സാധ്യതയുണ്ട്. ഇനി താഴെയും ചോക്കോ ചിപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അടിപൊളിയായില്ലേ? ഇത് പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണ ബോക്സിൽ ആക്കി വെച്ച് കൊടുക്കണം. അത് ഓപ്പൺ ആക്കി വെക്കരുത്, അത്രയേ ഉള്ളൂ. ഞാനിപ്പം ഒരു ബോക്സിൽ ആക്കിയിട്ടാണ് വെക്കുന്നത്. ബോക്സിലാണെങ്കിൽ വെക്കുന്ന സമയത്ത് പുറത്തുനിന്ന് ഒട്ടും തന്നെ മോയ്സ്ചർ കണ്ടന്റ് അകത്തോട്ട് കയറാതിരിക്കത്തക്ക വിധത്തിൽ സെല്ലോ ടേപ്പ് വെച്ച് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. ഇപ്പം എല്ലാവരുടെ അടുത്തും ഇപ്പം ഇതുപോലത്തെ ബോക്സ് ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പം അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല വലിയൊരു പാത്രം വെച്ചിട്ട് അങ്ങ് കമത്തി അങ്ങ് അടച്ചങ്ങ് വെച്ച് കൊടുത്താലും മതി. കേക്കിൻ്റെ മുകളിലൊന്നും തട്ടാതെ ശ്രദ്ധിച്ചാൽ മതി. അത്രയേ ഉള്ളൂ നമ്മുടെ ഷുഗർ പേസ്റ്റ് കൊണ്ടുള്ള ഫോട്ടോ പ്രിന്റിൻ്റെ കാര്യം. ഇനി നമുക്ക് വേഫർ ഷീറ്റ് എങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം. വേഫർ ഷീറ്റ് ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ആ കത്രിക വെച്ച് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. റൗണ്ട് ഷേപ്പിൽ അങ്ങ് വലുപ്പത്തിൽ അങ്ങ് കട്ട് ചെയ്യാണ്. ആദ്യം അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് പതുക്കെ ആ ഒരു കറക്റ്റായിട്ട് ആ റൗണ്ട് കൂടി അങ്ങ് നമുക്ക് കത്രിക കൊണ്ട് തന്നെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. കുറച്ച് തിക്കായിട്ടുള്ള ഒരു സംഭവമാണ് വേഫർ എന്ന് പറയുന്നത്, അറിയാലോ. വേഫറിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് വലിയ ടേസ്റ്റ് ഒന്നുമില്ല. നമ്മൾ സാധാരണ വേഫർ പുറത്ത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഫ്ലേവേർഡ് ആയിട്ടുള്ള വേഫറൊക്കെ ഉണ്ടല്ലോ, വാനില ഫ്ലേവേർഡ് ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. അതിൻ്റെ ഒന്നും ആ ഒരു ടേസ്റ്റ് ഒന്നും ഈ വേഫറിന് ഉണ്ടാവില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. ഒരു പേപ്പറിൻ്റെ ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ 6 ഇഞ്ചിൻ്റെ ട്രേ തന്നെയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കറക്റ്റ് അളവിന് തന്നെ ഇരിക്കുന്നത്. നമ്മളിപ്പോൾ മറ്റേ കേക്കിൻ്റെ മുകളിലാണെങ്കിൽ, നമ്മൾ 7 ഇഞ്ചിൻ്റെ കേക്കിൻ്റെ മുകളിലാണെങ്കിൽ സൈഡിലൊക്കെ ഉള്ള സാധാരണ നമ്മൾ ചെയ്യണ പോലെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് മനസ്സിലാവുമൊന്നുമില്ല എങ്ങനെയാണെന്ന്. കട്ട് ചെയ്യുമ്പം മാത്രമേ അറിയുള്ളൂ വേഫറാണെന്നുള്ള കാര്യം. ചെറിയൊരു ക്ലാരിറ്റിക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്, അത്രയേ ഉള്ളൂ. ഇതാണ് കേട്ടോ ഷുഗർ പേസ്റ്റിൻ്റെ ആ ഒരു പ്രിൻറ്റിൻ്റെ ബാക്കി ഭാഗം ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇങ്ങനെ അങ്ങ് മുറിച്ചാൽ മുറിയുന്ന ഒരു പരുവാണ്. കുറച്ച് സമയം വെക്കുമ്പോഴത്തേക്കും വെള്ളമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും അതങ്ങനെ ഫുൾ അലുത്തങ്ങ് പാല് പോലെ അങ്ങ് ആയിപ്പോവും. അങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ. ഇനി വേഫർ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ മടക്കുമ്പോഴത്തേക്കും അങ്ങ് ഒടിഞ്ഞു പോകും. അതാണ് വേഫറിൻ്റെ ഒരു ടെക്സ്ചർ. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.